So good morning to all. So Indian Railway ഉടനീളം ഇന്ന് സ്വച്ഛ ഭാരത് അഭിയാനിന് തുടക്കം കുറിക്കുകയാണ്. അതിന്റെ ഉദ്ഘാടനമാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. അതിന്റെ ഭാഗമായിട്ട് ഈ ഒക്ടോബർ 2-ാം തീയതി വരെ വിവിധ പരിപാടികളോടെ ഇന്ത്യയിലെ എല്ലാ റെയിൽവേ സ്റ്റേഷനുകളിലും ഈ ശുചിത്വത്തിനെ പറ്റിയുള്ള ഒരു അവയർനെസ് ക്യാമ്പയിൻ വളരെ വിപുലമായ രീതിയിൽ തന്നെയാണ് മിനിസ്ട്രി ഓഫ് റെയിൽവേസ് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. പബ്ലിക് പാർട്ടിസിപ്പേഷൻ, NGOs, ക്ലബ്സ്, എല്ലാവരെയും സമൂഹത്തിന്റെ എല്ലാ വിവിധ തുറകളിലും എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് എങ്ങനെ നമ്മുടെ ഒരു ശുചിത്വത്തിന്റെ നമ്മുടെ ഒരു കൾച്ചർ എങ്ങനെ മാറ്റിയെടുക്കാം എന്നുള്ള ഒരു മെസ്സേജാണ് ഇന്ത്യൻ റെയിൽവേ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിനാണ് നമ്മളിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇവിടെ എത്തിച്ചേർന്ന ലയൺസ് ക്ലബിന്റെ ചന്ദ്രൻ സാറിനോട് എത്തിച്ചേർന്നിട്ടുണ്ട്. നമ്മുടെ BJP ഡിസ്ട്രിക്ട് പ്രകാശ് ബാബുജി എത്തിച്ചേർന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട DMO എത്തിച്ചേർന്നിട്ടുണ്ട്. DMO നമുക്ക് വേണ്ടി ഒരു ക്ലീനസിനെ പറ്റി രണ്ടു സംസാരിക്കും. ഞാൻ DMOനെ ക്ഷണിച്ചു. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, ഇന്നത്തെ ദിവസത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റായി നമുക്കിവിടെ ക്ലീനിങ് ചെയ്യുന്ന നമ്മുടെ ചേച്ചിമാര്, റെയിൽവേ സ്റ്റാഫ്, യാത്രക്കാര്, ഗാന്ധി ജയന്തിയുടെ അനുബന്ധിച്ച് നടത്തുന്ന സ്വച്ഛത ഉത്സവത്തിൽ പറയേണ്ട വാക്ക് മഹാത്മാഗാന്ധി പറഞ്ഞ പോലെ ക്ലീൻലിനെസ് ഈസ് നെക്സ്റ്റ് ഗോഡ്ലിനെസ്. എവിടെ ഇത് തുറക്കം കുറിക്കാന്ന് വെച്ചാൽ ആദ്യം ഒരു ചൂലും പന്നിലും എടുത്തോളാനാണ് ഗാന്ധിജി പറഞ്ഞത്. അത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളിക്കാം. ചെറുതായി തുടങ്ങിയാൽ നമ്മുടെ രാജ്യത്തിന് വലിയൊരു മാറ്റം എല്ലാവരും തുടങ്ങിയാൽ സാധിക്കുന്നതാണ്. ജയ് ഹിന്ദ്.
ഡോക്ടർ ചന്ദ്രദാസ് സാറിനെ രണ്ടുപേരും സ്റ്റേഷൻ മാനേജർ മിസ്റ്റർ ഹരീഷ്, വേറൊരു വിശിഷ്ട അതിഥികളെ, TMO കൂടുതൽ പറയാനില്ല. എന്തായാലും ഈ ഒരു സ്വച്ഛത അഭിയാൻ, സ്വച്ഛത ഈ സേവ 2025 ഭാഗമായി നടക്കുന്ന ഈ ഒരു ഗോഷ്ഠി ഈ രവിവാര ഫോർട്ട് നൈറ്റിന്റെ ഈ സെലിബ്രേഷൻ, ഈ ഒരു ആഘോഷത്തിലെ ലയൺസ് ക്ലബ് ഓഫ് കാലിക്കറ്റ് ഈസ്റ്റിന്റെ പ്രസിഡന്റിന്റെ നിലയായിട്ട് എല്ലാ ഭാവങ്ങളും അർപ്പിക്കുന്നതാണ്. സ്വച്ഛത എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ തന്നെ തുടങ്ങുന്നത്, അല്ലാതെ നമ്മൾ പുറത്തു വന്നിട്ട് വലിയ വലിയ അഭിയാനം ഇങ്ങനത്തെ ഒരു വലിയ പ്രഭാഷണം കൊടുത്തിട്ട് കാര്യം. ഇത് റെയിൽവേസ് ഞാനിപ്പോൾ ഒരു കാര്യം പറഞ്ഞു. ഇപ്പോൾ നമ്മളിപ്പോൾ വന്ദേ ഭാരത് ട്രെയിൻ നല്ല നല്ല ക്ലാസ് ട്രെയിനാണ്. ഓൾമോസ്റ്റ് ലൈക്ക് ഒരു അതിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു ഫ്ലൈറ്റിൽ പോയാൽ ആ ഒരു സുഖമായിട്ടുള്ള ഒരു യാത്ര ചെയ്യുന്നത്. പക്ഷെ അതിന്റെ സമയത്ത് ചില പാസഞ്ചേഴ്സ് തീരെ ഒരു ശ്രദ്ധിക്കില്ല. ഭയങ്കര ഒരു എന്താ പറയാ, എല്ലാവരും ലിറ്ററിങ് എന്താ പറയുക, ചായ കുടിച്ച് കപ്പായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് വരും. വാട്ട് ഐ സജസ്റ്റ് ഒരു ഫൈൻ ഇടണം. അതിലെല്ലാം നിങ്ങളെ ഉള്ളിൽ ക്യാമറസ് ഉണ്ട്. യു പുട്ട് എ ഫൈൻ ഓൺ ദിസ് പീപ്പിൾ പാസഞ്ചേഴ്സ്. ഇല്ലെങ്കിൽ നടക്കില്ല. നമ്മുടെ വലിയ വലിയ പ്രവാസം കൊണ്ടിട്ട് ഒരു കാര്യമില്ല. അതിനിപ്പോൾ സാധാരണമായിട്ട് വന്ദേ ഭാരത് പറഞ്ഞാൽ കോസ്റ്റ് വൈസ് നോക്കുമ്പോൾ ടിക്കറ്റ് ചാർജസ് കുറച്ച് കൂടുതൽ പറഞ്ഞാൽ ആ ഫെസിലിറ്റി വെച്ചിട്ടുള്ള ചാർജസ് ഉള്ളൂ. പക്ഷെ എന്തായാലും അത് സാധാരണമായിട്ട് പ്രാണം ചെയ്യുന്ന ആൾക്കാർ ആ ഒരു ലെവലുള്ള ആൾക്കാരായിരിക്കുമല്ലോ. എന്നിട്ടും എഡ്യൂക്കേറ്റഡ് ക്ലാസ് ഉണ്ടെങ്കിൽ ദേ തിങ്ക് ഡോണ്ട് കെയർ. ഐ തിങ്ക് അതിനെപ്പറ്റി ഒന്ന് റെയിൽവേസ് ഒന്ന് ചിന്തിക്കണം. കൂടുതൽ പറയുന്നില്ല. നന്ദി, നമസ്കാരം. ശേഷം ഇത്രയും ക്ലീൻ ശുചിത്വമായി പരിപാലിക്കുന്ന നമ്മുടെ ഹൗസ് കീപ്പിംഗ് സഹോദരന്മാരും സഹോദരിമാരുമാണ്. അതിനുള്ള ഫുൾ ക്രെഡിറ്റ് കാലിക്കറ്റ് റെയിൽവേ സ്റ്റേഷൻ നമുക്കറിയാം സദന്റയിൽ തന്നെ ഏറ്റവും വെൽ മെയിൻറ്റൈൻഡ് സ്റ്റേഷനാണ്. ക്ലീൻനെസിന്റെ കാര്യത്തിൽ കുറച്ച് ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസ് നടക്കുന്നതുകൊണ്ട് അതിന്റെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ കൂടിയും നമുക്കൊരു 2-3 വർഷം മുന്നേ ഏറ്റവും ബെസ്റ്റ് റെയിൽവേ സ്റ്റേഷനിൽ അവാർഡ് കിട്ടിയിട്ടുണ്ട് ക്ലീൻനെസ്. അതിന്റെ ബെസ്റ്റ് ക്രെഡിറ്റ് ഇവർക്കൊക്കെ തന്നെയാണ്. നമ്മുടെ ക്ലീൻനെസ് ഹൗസ് കീപ്പിംഗ് മാനേജ് ചെയ്യുന്നവർക്ക് തന്നെയാണ് എല്ലാ അഭിവാദം അർപ്പിക്കുന്നു. എന്തായാലും അവർക്ക് വേണ്ടി സാരിയും ധോത്തിയും നൽകുന്നതിന് വേണ്ടി നമ്മുടെ ജില്ലാ BJP പ്രസിഡന്റും കൂട്ടുകാരും കൂടെ എത്തിച്ചേർന്നിട്ട് അവരെ ഞാൻ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഇനി സെഷൻ ഓവർ ടു പ്രകാശ്. ബഹുമാന്യനായിട്ടുള്ള ഹരിയേട്ടൻ ഉൾപ്പെടെ വേദി സദസ്സിലുള്ള കോഴിക്കോട്ടെ പ്രഗത്ഭ വ്യക്തിത്വങ്ങളെ, ഉദ്യോഗസ്ഥരെ, മാധ്യമ സുഹൃത്തുക്കളെ, വൃത്തിയും വെടുപ്പുമുള്ള ഒരു രാജ്യം, ആ രാജ്യം സൃഷ്ടിക്കുക എന്നുള്ളൊരു മഹത്തായ ലക്ഷ്യം നമ്മുടെ രാജ്യത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി അദ്ദേഹം സ്വയം ചൂലെടുത്തുകൊണ്ട് വൃത്തിയാക്കി, നഗരങ്ങളെ വൃത്തിയാക്കി മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനം നടത്തി ഉദ്ഘാടനം ചെയ്ത് നമ്മുടെ രാജ്യത്തെ എല്ലാ മന്ത്രിമാർ, ഉദ്യോഗസ്ഥർ എല്ലാവരും കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇതിൻ്റെ പുറകിലാണ്. ഇന്നത്തെ ദിവസം ആദരണീയനായിട്ടുള്ള പ്രധാനമന്ത്രിയുടെ 75ാമത് ജന്മദിനമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്തെ പാവപ്പെട്ടവന്, പാർശ്വവൽക്കരിക്കപ്പെട്ടവൻ എല്ലാം തന്നെ കൈപിടിച്ചുയർത്താൻ അങ്ങേയറ്റം പരിശ്രമിച്ച ഒരു പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദിജി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ജന്മദിനം രാജ്യവ്യാപകമായി ഈ സേവ പരമോ പ്രധാൻ എന്ന് പറഞ്ഞുകൊണ്ട് സേവയാണ് ഏറ്റവും വലിയ പ്രാധാന്യം അർഹിക്കുന്ന കാര്യം. ഈ 14 ദിവസം സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് ഉപകരിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി സേവാപാക്ഷികം 2 ആഴ്ചത്തെ പരിപാടി പാർട്ടി എന്നുള്ള നിലയിൽ ഭാരതീയ ജനതാ പാർട്ടി ആലോചിച്ചിട്ടുണ്ട്. അതിനു പുറമെ ഇതേപോലുള്ള കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനങ്ങൾ, മറ്റ് സ്ഥാപനങ്ങളിലൊക്കെ തന്നെ ആ ദൗത്യം ഏറ്റെടുത്ത് പ്രവർത്തിക്കുകയാണ്. നമുക്കറിയാം, ഈ റെയിൽവേയിലിരുന്ന് തന്നെ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി നമ്മളോട് പറഞ്ഞത് ഈ രാജ്യത്തെ ഏറ്റവും താഴെ തട്ടിൽ നിന്ന് ശുചിത്വ പ്രവർത്തനത്തിൽ ഏർപ്പെട്ട അമ്മമാരുടെ, സഹോദരന്മാരുടെ കാൽ തൊട്ട് BJP പ്രവർത്തകർ വന്ദിക്കണം. കാരണം എനിക്ക് ഓർമ്മയുണ്ട് 11 വർഷമൊക്കെ മുമ്പ്
ഈ റെയിൽവേ സ്റ്റേഷനിലൊക്കെ രാവിലെ വന്ന് 7 മണിക്കൊരു ട്രെയിനിൽ പോകണമെങ്കിൽ മൂക്ക് പൊത്താതെ ഇരിക്കാൻ സാധിക്കുമായിരുന്നില്ല. പക്ഷെ നമ്മുടെ കാലം മാറി. അതിന്റെ പിന്നിൽ ഒരു പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചതുകൊണ്ട് പൂർണ്ണമാകുന്ന ഒരു പദ്ധതി അല്ല. നമ്മൾ ഉദ്യോഗസ്ഥന്മാർ സ്വച്ഛതാ ഹി സേവ എന്ന് പറഞ്ഞാൽ പൂർത്തീകരിക്കാവുന്ന പദ്ധതിയല്ല. അതിന്റെ പിറകിൽ ഒരു ഡെഡിക്കേറ്റഡ് മൈൻഡ്. ഈ മാലിന്യങ്ങളൊക്കെ നീക്കം ചെയ്യുന്നത് എന്റെ ഒരു ജോലി എന്നതിനപ്പുറം ഈ സമൂഹത്തിനോട് ഞാൻ ചെയ്യുന്ന ഒരു കടമയാണ് എന്നുള്ള ഉത്തമ ബോധ്യത്തോടുകൂടി പ്രവർത്തിക്കുന്ന 10,000-കണക്കിന് നമ്മുടെ സഹോദരിമാർ സഹോദരന്മാരുണ്ട്. BJPയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഈ 75ാം ജന്മദിനം എന്നുള്ള അർത്ഥത്തിൽ 75ഓളം ഈ സിറ്റിയിൽ ശുചീകരണ പ്രവർത്തനത്തിൽ ഏർപ്പെട്ട നമ്മുടെ സഹോദരിമാർക്ക് പുതുവസ്ത്രം കൊടുക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. അത് ഈ വേദിയിൽ എത്രത്തോളം കൊടുക്കാം അങ്ങനെ എന്നുള്ളതിനെ കുറിച്ച് എനിക്കറിയില്ല. അതാണ് ഈ ഒരു ഫംഗ്ഷൻ കഴിഞ്ഞിട്ടാണെങ്കിൽ അങ്ങനെ കൊടുക്കാം. എന്തായാലും ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം നമുക്ക് അവരെ ആദരിച്ചേ പറ്റൂ, നമുക്ക് അവരെ കൈപിടിച്ച് പിന്തുണ കൊടുത്തേ പറ്റൂ. ഞാനതാ പ്രധാനമന്ത്രി പറഞ്ഞത് കാൽ തൊട്ട് വർദ്ധിക്കണമെന്ന്. ആ വിശ്വാസക്കാരനാണ്. കാരണം അവിടെ നിന്നാണ് ഒരു രാജ്യത്തിന്റെ വികസനം തുടങ്ങുന്നത്. ഇവിടെ നമ്മൾ പുതിയ 136 വന്ദേ ഭാരത് വന്ന് എന്നൊക്കെ പറയുമ്പോഴും അടിസ്ഥാനപരമായി ആ ശുചിത്വത്തിൽ നിന്നാണ് നമ്മൾ തുടങ്ങിയിട്ടുള്ളത്. ഞാൻ 1-2 കാര്യങ്ങൾ ഈ 75ാം ജന്മദിനം നമ്മൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ രാജ്യം ഇന്ന് പിന്നിട്ട വഴികൾ, 10ാമത്തെ സാമ്പത്തിക ശക്തിയായിട്ടുള്ള രാജ്യം കേവലം 11 കൊല്ലം കൊണ്ട് 4ാമത്തെ സാമ്പത്തിക ശക്തിയായിട്ട് മാറി. നീണ്ട 70 കൊല്ലം 91,000 കിലോമീറ്റർ മാത്രമായിരുന്നു നമ്മുടെ രാജ്യത്തെ ദേശീയപാതയുടെ നീളം 70 കൊല്ലം നിർമ്മിച്ചത്. ഈ കഴിഞ്ഞ 11 കൊല്ലം അത് വീണ്ടും 56,000 കിലോമീറ്റർ നിർമ്മിച്ചുകൊണ്ട് വലിയൊരു ദൗത്യത്തിലേക്ക് നമ്മൾ കടന്നു. മെഡിക്കൽ കോളേജ് നമ്മുടെ ബഹുമാന്യനായിട്ട് ഡോക്ടർ കൂടേണ്ട 390 മെഡിക്കൽ കോളേജ് ആയിരുന്നു രാജ്യത്ത് 2014 ഇന്നിപ്പോ അത് പുതിയ 380 മെഡിക്കൽ കോളേജ് 11 കൊല്ലം കൊണ്ട് നിർമ്മിച്ച് അത് ഏകദേശം 770 മെഡിക്കൽ കോളേജായി. 1,24,000 MBBS പുതിയ സീറ്റ് വർദ്ധിച്ചു. അതേപോലെ 74,000 MD സീറ്റ് വർദ്ധിച്ചു. ഇങ്ങനെ ഏത് മേഖല എടുത്താലും ശുചിത്വം പറയുമ്പോൾ ഞാൻ അടിവരയിട്ട് പറയുന്നു, 39.1% വീട്ടിലായിരുന്നു ഈ രാജ്യത്ത് 2014 ശൗചാലയം ഉണ്ടായിരുന്നത്. 11 കോടി ശൗചാലയങ്ങൾ കഴിഞ്ഞ 11 വർഷം കൊണ്ട് നിർമ്മിച്ച് ഇന്ന് 99% വീടുകളിലും ഈ രാജ്യത്ത് ശൗചാലയമുണ്ട്. രാജ്യത്തിന്റെ എല്ലാ മേഖലയിലും 74 വിമാനത്താവളമുള്ളത് 148 വിമാനത്താവളമായി. ഒരു ദിവസം 69 കിലോമീറ്റർ നിർമ്മിച്ച ഗ്രാമീണ റോഡ് 134 കിലോമീറ്ററാണ് ഇന്ന് ഒരു ദിവസം നിർമ്മിക്കുന്നത്. റെയിൽവേ നമ്മുടെ ഇലക്ട്രിഫിക്കേഷൻ ഇപ്പോൾ ഹരിയാണക്കറിയാം ഏകദേശം പൂർത്തീകരിച്ചു കഴിഞ്ഞ് ഒരു വികസനത്തിന്റെ ഒരു പുതിയ അത് നമ്മുടെ രാജ്യത്തിന്റെ കൂട്ടായിട്ടുള്ള പ്രവർത്തനമാണ്. നേതൃത്വം കൊടുക്കുന്ന നരേന്ദ്രമോദിജിയാണെങ്കിലും ദീർഘവീക്ഷണത്തോടുകൂടി അദ്ദേഹം പ്രവർത്തിക്കുമ്പോൾ രാഷ്ട്രീയം മറന്ന് ഈ രാജ്യത്തിന്റെ വികസനമാണ് എന്നുള്ള ലക്ഷ്യത്തിൽ ആ പ്രവർത്തനം കൊണ്ടാണ് എയിംസിന്റെ എണ്ണം പുതുതായിട്ട് 15 എണ്ണം വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് മെട്രോ ലൈൻ 313 കിലോമീറ്റർ ഉള്ളത് 1250 കിലോമീറ്റർ ആയിട്ടുള്ളത്. അതുകൊണ്ടാണ് രാജ്യത്തിന്റെ സർവ്വ മേഖലയിലുമുള്ള ഇന്ന് വിപ്ലവകരമായിട്ടുള്ള മുന്നേറ്റം. അതുകൊണ്ട് ആ മുന്നേറ്റത്തിന് നമ്മൾ എല്ലാം നേതൃത്വം കൊടുക്കുന്ന മുന്നിൽ നിന്ന് നയിക്കുന്ന ആദരണീയനായിട്ടുള്ള നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിക്ക് ജന്മദിനാശംസകൾ നേരുകയാണ്. ഒപ്പം ഇവിടെ ഈ നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ ശുചീകരണ പ്രവൃത്തിക്ക് നേതൃത്വം കൊടുക്കുന്ന എല്ലാവർക്കും നമ്മുടെ പുതുവസ്ത്രം കൊടുക്കുക എന്ന തീരുമാനമായിട്ടാണ് ഈ ഫംഗ്ഷന്റെ അടുത്ത് ഞങ്ങൾ വന്നിട്ടുള്ളത്. അത് ഈ ചടങ്ങിൽ വെച്ച് തന്നെ കൊടുക്കാനുള്ള അനുവാദം തരികയാണെങ്കിൽ ഇവിടെ വെച്ച് കൊടുക്കാം. അതല്ല ഈ ചടങ്ങിന് മറ്റെന്തെങ്കിലും ഔദ്യോഗികത ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് മാറ്റിയിട്ട് കൊടുക്കാം. എന്തായാലും ലക്ഷ്യം എല്ലാറ്റിന്റെയും ഒന്നാണ്. ഇവിടുത്തെ ശുചീകരണ തൊഴിലാളികളോടൊപ്പം നാം എല്ലാ അർത്ഥത്തിലും ഉണ്ടാകണം. ജയ് ഹിന്ദ്. എല്ലാവരും
യൂണിഫോം രാധാകൃഷ്ണൻ ചേട്ടാ നല്ല ചേട്ടാ നോക്കണേ. നമുക്ക് ബാക്കി പുറത്തുനിന്ന് ഒരു മിനിറ്റ് ഒറ്റ മിനിറ്റ് ചടങ്ങിന് നന്ദി പറഞ്ഞോട്ടെ. നമ്മുടെ ആദരണീയ പ്രൈം മിനിസ്റ്ററോടൊപ്പം തന്നെ ബർത്ത്ഡേ ആഘോഷിക്കുന്ന ഒരു വ്യക്തി ഇവിടെയുണ്ട്. ലയൺസ് ക്ലബിന്റെ ലീഡർ ടി.ജി. ബാലൻ. എന്തായാലും അദ്ദേഹത്തിനും ബർത്ത്ഡേ ആഘോഷിക്കുന്ന അദ്ദേഹത്തിന് ഒഫീഷ്യൽ ഫംഗ്ഷനാണ് എന്റെ ആശംസ. അദ്ദേഹത്തിന് കേക്ക് കെട്ടി നമുക്ക് ചെയ്യാം. ചേട്ടാ എല്ലാരും വിളിക്കും. ചേട്ടാ എല്ലാരും വിളിക്കും. അഭിലാഷ് കാലിന്റെ വേദന
നോക്കാം അല്ല അവര് ഉള്ളോട്ട് ചേച്ചി കൂടെ ഇവിടെ ആ ബാനർ നിങ്ങൾ അങ്ങോട്ട് ബാക്കോട്ട് കയറി പോലെ അജയ് അജയുടെ കൊണ്ട് നോക്കണേ അവർ കൊടുക്കുമ്പോ ചേച്ചി രാജുവേട്ടാ രാജുവേട്ടാ സിപി ജഗട്ടാ ചേച്ചി ഒന്ന് കൊടുക്കേ ചേച്ചി അഭിജി ഓക്കെ
കൊണ്ട് നമ്മൾ കൊടുക്കുന്നത് ചേച്ചി ജൽദി നോക്കണേ ദിവജി ദിവജി എല്ലാവരും ഗ്രൂപ്പ് ഫോട്ടോ ഇങ്ങോട്ട് വെയിറ്റ് ചെയ്താൽ മതി. നിങ്ങളൊക്കെ മുന്നിലോ വെയിറ്റ് ചെയ്യണം അവിടെ റെഡി നിർത്തോ പുറത്തേക്ക് എടുത്തോ ഒന്ന് പൊളിച്ചു കാണിക്കൂ ഒന്നാ എടുത്ത് പുറത്തേക്ക് പ്രകാശം ഒന്ന് ജസ്റ്റ് ഒരു ഫോൾഡ് അയച്ചേ ഒരു ഫോൾഡ് അയച്ചേ എല്ലാവരും